എല്ലാവർക്കും നമസ്കാരം. നവരാത്രി 8-ാം ദിവസം. 8-ാം ദിവസത്തെ ദുർഗയുടെ നാമധേയമാണ് മഹാഗൗരി. ഗൗരവർണ്ണമുള്ളതിനാൽ ഗൗരി. കാളി എന്ന് വിളിച്ച് ശിവൻ പരിഹസിച്ചതുകൊണ്ട് ദേവി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഗൗരവർണ്ണം നേടിയെന്നാണ് പറയുന്നത്. ഗൗരവത്തിന് വെളുത്തതെന്നും സുന്ദരമെന്നും അർത്ഥമുണ്ട്. ദേവിയുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും വെളുത്തതായിരുന്നു. വെള്ളക്കാളയുടെ പുറത്ത് കയറി ദേവി സർവർക്കും ദർശനം നൽകി. ദേവി തൻ്റെ ചതുർഭുജങ്ങളിൽ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, വരമുദ്ര എന്നിവ ധരിച്ച് ഭക്തന്മാർക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു. പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമായ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഭക്തൻ്റെ എല്ലാ ദുഃഖങ്ങളും ശമിക്കുന്നു. അതോടൊപ്പം തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ദേവി തരുന്നു. മഹാഗൗരി തൻ്റെ ആയുധങ്ങളും ഗ്രന്ഥങ്ങളും വിനായകന് മുന്നിൽ വെച്ചതിന് ശേഷമാണ് കാലത്തെ വരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കാലകേയനെ വധിക്കാനായി യുദ്ധത്തിന് പുറപ്പെട്ടത്. അപ്പോൾ ദേവിയുടെ അവതാര ഉദ്ദേശം തന്നെ മഹാഗൗരിയായി അവതരിച്ചത് തന്നെ കാലകേയനെ നിഗ്രഹിക്കാനാണ്. ആ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ശ്രീ ഗണേശൻ്റെ മുമ്പിൽ തൻ്റെ ആയുധങ്ങളെല്ലാം സമർപ്പിച്ചിട്ടാണ് ദേവി പോയത്. അപ്പോൾ ശ്രീഗണേശനും തൻ്റെ ആയുധങ്ങൾ ദേവീ കടാക്ഷത്തിനായി അതിനൊപ്പം വെച്ച് പൂജിച്ചു. ആ സങ്കല്പമാണ് ഇപ്പോൾ നമ്മൾ ആചരിക്കുന്ന ആയുധ പൂജയും പുസ്തക പൂജയുമായിട്ടൊക്കെ മാറിയത്. അപ്പം നമുക്കറിയാം, നവരാത്രിയുടെ അവസാന 3 ദിനമെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഇത്രയും ദിവസം ഈ 7 ദിവസവും നമ്മൾ പ്രാർത്ഥനകളൊന്നും ജപിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ അവസാനത്തെ ദിവസം ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ 3 ദിവസങ്ങളിൽ നമ്മൾ ദുർഗയെ പ്രാർത്ഥിക്കണം. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെയുള്ള പൂജകൾ നമ്മൾ ചെയ്യണം. ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിക്കണം. നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന പൂജകളും കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മഹാഗൗരിയുടെ ഉപാസനാ മന്ത്രം എന്ന് പറയുന്നത് ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധരാ ശുചി മഹാഗൗരീം ശുഭം ദദ്യാൻ മഹാദേവ പ്രമോദത. യാ ദേവി സർവഭൂതേഷു മഹാഗൗരീരൂപേണ നമസ്തസ്യൈ 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 നമോ നമഃ. അപ്പോൾ ഈ അതോടൊപ്പം തന്നെ നമ്മൾ ദിവസവും ജപിക്കുന്ന നവദുർഗാ സ്തുതികളും ചൊല്ലണം. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീ ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത നവദുർഗാ പ്രകീർത്തിത, ഉക്ത്യാന്യേതാനി നാമാനി ബ്രഹ്മണൈവ മഹാത്മന, അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ, വിഷമേ ദുർഗമേ ചൈവ ഭയാർത്ത ശരണം ഗത, ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ, നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി, യസ്തു ഭക്ത്യാ സ്മൃതാ നൂനം തോഷാമൃത്തി പ്രജായതേ. അപ്പം ദുർഗാഷ്ടമി നാളിൽ എല്ലാവരും അവരുടെ കർമ്മനിരതരായിരിക്കുന്ന എല്ലാവരും അവരുടെ ആയുധങ്ങൾ പൂജ വയ്ക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ പൂജ വയ്ക്കണം. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മഹത് ഗ്രന്ഥങ്ങളും നമ്മൾ പൂജയ്ക്ക് വയ്ക്കണം. ഈ 3 ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ദുർഗാഷ്ടമി ദിവസവും മഹാനവമി ദിവസവും വിജയദശമി ദിവസവും നമ്മൾ ദേവിയെ ആരാധിക്കണം, പൂജിക്കണം, പ്രാർത്ഥിക്കണം, ക്ഷേത്ര ദർശനം നടത്തണം. ഇതെല്ലാം ചെയ്ത് നമുക്ക് ദേവിയുടെ അനുഗ്രഹം മേടിക്കാം. എന്താ പറയുന്നത്, ദേവിയെ ഭക്തിപൂർവ്വം സ്ഥിരമായി സ്മരിക്കുന്നവർക്ക് യാതൊരുവിധ ആപത്തുകളും ഉണ്ടാകുകയില്ല. അതോടൊപ്പം തന്നെ ശരണാഗതനായ ഭക്തനെ എങ്ങനെയാണ് അമ്മ കാക്കുന്നത്? ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെയാണ് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നത്. അതുപോലെ കറകളഞ്ഞ അഹമൊഴിയുമ്പോഴാണ് കറകളഞ്ഞ ഭക്തി ഉള്ളെടുക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ എല്ലാ അഹംഭാവം എല്ലാം കളഞ്ഞ് നമ്മുടെ എല്ലാ സ്വാർത്ഥത വെടിഞ്ഞ് നമ്മൾ ദുർഗയെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മഹാഗൗരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്താ പറയുന്നത്, ഗൗരി ഈ ദുർഗാഷ്ടമി ദിനത്തിൽ പൂജയൊക്കെ വെച്ച് അവർക്ക് പുതിയ പുരോഗതി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.